മുനമ്പം പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാർ ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. മുനമ്പത്ത് ശാശ്വത പരിഹാരമാണ് സർക്കാർ ഉദ്ദേശമെന്ന് നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. അതേസമയം ജുഡീഷ്യൽ കമ്മീഷനെ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടിലാണ് സമരക്കാരുള്ളത്. ഏറെ സങ്കീർണതകൾ നിറഞ്ഞ മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ എല്ലാ വശവും പരിശോധിച്ച് ശാശ്വത പരിഹാരത്തിനാണ് സർക്കാർ ശ്രമം. ഇതിന് ജുഡീഷ്യൽ കമ്മീഷൻ അല്ലാതെ മറ്റൊരു പോംവഴിയില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ റവന്യൂ നിയമ വഖഫ് മന്ത്രിമാർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിന്റെ വിലയിരുത്തൽ. മുനമ്പത്ത് കൈവശാവകാശമുള്ള എല്ലാവർക്കും നിയമപരിരക്ഷ ഉറപ്പാക്കാൻ ഈ തീരുമാനത്തിലൂടെ കഴിയുമെന്നും മുഖ്യമന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തുമെന്നും യോഗത്തിന് ശേഷം മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നതുവരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വഖഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് അംഗീകരിച്ചിട്ടുണ്ട്. നിയമപരവും ശാശ്വതവുമായ പരിഹാരമാണ്, അതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുള്ള ഏറ്റവും ഉചിതമായ പക്വമായ ഒരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് എല്ലാ വിഭാഗം ആളുകളും അത് ഉൾക്കൊള്ളണം. നമ്മുടെ നാടിൻ്റെ പൊതു താല്പര്യത്തിനനുസരിച്ച് ഈ തീരുമാനത്തിനനുസൃതമായി എല്ലാവരും പിന്തുണ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. നിലവിൽ വഖഫ് ബോർഡ് മുനമ്പത്ത് നൽകിയ നോട്ടീസുകളിൽ തുടർ നടപടി ഉണ്ടാകില്ല, പുതിയ നോട്ടീസും നൽകില്ല. 2 കാര്യങ്ങളും വഖഫ് ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. കരമടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ റിവ്യൂ ഹർജി നൽകും. അതേസമയം സർക്കാർ തീരുമാനം അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി. സർക്കാർ തീരുമാനത്തിന് പിന്നാലെ മുനമ്പത്ത് സമരസമിതിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പണം കൊടുത്തു വാങ്ങിയ ഭൂമിയുടെ രേഖകൾ പരിശോധിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചാൽ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സമരസമിതി നേതാവ് ജോസഫ് ബെന്നി പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ട് ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. കാരണം ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്ത് ഭൂമി വാങ്ങി സ്വന്തമാക്കിയത്, ഇനിയൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത് എന്ത് നീതിയാണ്? ഇതൊരു കാടത്ത നീതിയല്ലേ? അതിന് ഞങ്ങൾ യോജിച്ച് നിൽക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് അടിയന്തിരമായിട്ട് വഖഫ് ബോർഡിൻ്റെ ആസ്തി വിവരക്കണക്കിൽ നിന്നും ഞങ്ങളുടെ ഈ ഭൂമി മാറ്റി ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരണം. 3 മാസത്തിനുള്ളിൽ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. കമ്മീഷൻ ശുപാർശ പരിശോധിച്ച ശേഷമാകും സർക്കാരിന്റെ തുടർ നടപടി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.